ഈ വരുന്ന ഫെബ്രുവരി 28 ഇത്രയും വലിയ സംഭവമായിരുന്നാ? ഷേ, അറിഞ്ഞില്ലെങ്കിൽ മിസ്സായി പോയനെ. താങ്ക്സ് മച്ചാ. ഫെബ്രുവരി 28 ഗ്രഹങ്ങളെ കാണാമെന്നോ? ഇന്ന് പോയടാ അവിടുന്ന്. എടാ, കഴിഞ്ഞ 25 മറ്റേ ജനുവരി പ്ലാനറ്റ് പരേഡിന് എന്ന് പറഞ്ഞിട്ട് ആകെ വന്നൊരു ശുക്രാണ്. ശുക്രൻ. അത് തന്നെ, ആളുകൾ പൊട്ടനാക്കാൻ ഒരു പരിപാടി. ഞാൻ ആകാശത്തേക്ക് പോയി നോക്കിയിരുന്നു. ആകെ കണ്ട കുറച്ച് നക്ഷത്രം മാത്രം. എടാ പൊട്ട, പിന്നെ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം കാണാൻ പറ്റുന്ന പറയുമ്പോൾ ശുക്രൻ ഹാജർ സാർ, വ്യാഴം ഹാജർ സാർ ഒന്ന് നിന്റെ മുമ്പിൽ വന്ന് വെക്കും. പിന്നെ അല്ലാണ്ട് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഗ്രഹമാണെന്ന് വ്യാഴം ബുധനൊക്കെ വന്നിട്ട് ഞാൻ വ്യാഴമാണേ അങ്ങനെ പറയൂ? എടാ, ഇങ്ങനെ നെഗറ്റീവ് പറയില്ലേ. എടാ, നമുക്ക് ഈ ഗ്രഹങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സമയത്ത് ഓൾമോസ്റ്റ് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയോ, സ്റ്റെലേറിയം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ആകാശത്ത് ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സ്റ്റാർസിനെയാണ് ഗ്രഹങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് ആ ആപ്പിൽ പറഞ്ഞു തരും. ആണോ? ഇത്തവണ ഏതൊക്കെ ഗ്രഹങ്ങളാടാ കാണാൻ പറ്റൂടെ? അത് ചോദിക്കും. എടാ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ഈ 4 ഗ്രഹങ്ങളെ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ 3 കാണാം, പക്ഷെ നമുക്ക് നേരെ നോക്കിയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റെറിലിയം ആപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ആകാശത്തോട്ട് 28 നോക്കിയിരുന്നു കഴിഞ്ഞാൽ 4 ഗ്രഹങ്ങളെ കാണാൻ പറ്റൂലേ? ആണെന്ന്. എടാ, പ്രപഞ്ചത്തിൽ വല്ലപ്പോഴും നടക്കുന്ന ചില സംഭവങ്ങളല്ലേ, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നോക്കണം കാണാൻ പറ്റുന്നുണ്ടോന്ന്. അതൊക്കെ കാണാനൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എന്തായാലും ഈ റീൽ ഇപ്പം തന്നെ ചങ്ങാതിക്ക് അയച്ചു കൊടുത്തിട്ട് പറയാ, മച്ചാനെ ഈ വരുന്ന ഫെബ്രുവരി 28 പ്ലാനറ്റ് പരേഡ് നടക്കുന്നുണ്ട്. ഫോണിൽ സ്റ്റെറിലിയം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെയൊക്കെ കാണാമെന്ന്.